ഹായ്. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡും ഓരവിടെ വിളമ്പിയ ബിരിയാണിയും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയനാട്ടിലേക്കാരും പോയത് സുഖവാസത്തിനല്ല എന്നുള്ളതാണ്. എന്തായാലും പോട്ടെ, യൂത്ത് ലീഗിൻ്റെ ബിരിയാണി വിളമ്പണ്ടെന്നൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ പറഞ്ഞതായിട്ട് അറിവില്ല. അവരാരും അങ്ങനെ പറഞ്ഞതായിട്ട് ഇവർക്കാർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ദുരന്തമുഖത്ത് ഉളുപ്പില്ലാത്ത രാഷ്ട്രീയം, കുത്തിത്തിരിപ്പിൻ്റെ രാഷ്ട്രീയം, അതായിരുന്നു കഴിഞ്ഞ ദിവസം വൈറ്റ് കാർഡിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമായി മാപ്രകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവന്മാരെല്ലാവരും കൂടെ കഴിഞ്ഞ ദിവസം പ്രചരിപ്പിച്ചൊരു കാര്യം, അതൊന്ന് കേൾക്കാം. ഇന്നലെ ഈ കൗണ്ടറുകൾ നിയന്ത്രിക്കുന്നതിന് കാരണമായി പറഞ്ഞത്, ഇത്തരത്തിൽ സൈനികർ ഉൾപ്പെടെയുള്ളവർ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പരിശോധിച്ച് സേഫ്റ്റി നോക്കി ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഒരു കാരണമാണ് പറഞ്ഞത്. എന്നിട്ട് റവന്യൂ വകുപ്പ് കളക്ട് ചെയ്ത ഭക്ഷണം, സേഫ്റ്റി നോക്കി അവർ കൊണ്ടുവന്ന ഭക്ഷണം ഞാനൊന്ന് കാണിച്ചു തരാം. അവർ ലഘുഭക്ഷണം, ബ്രെഡും സ്നാക്സും ഒക്കെ സാധാരണ കൊടുക്കാറുണ്ടായിരുന്നു. അത്തരത്തിൽ കൊണ്ടുവന്ന ഒരു ചാക്ക് ബ്രെഡാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ബ്രെഡിൽ ഡേറ്റ് ഒന്ന് നോക്കുക. ഡേറ്റ് കഴിഞ്ഞ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതായത് 30-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാക്കറ്റ് ബ്രെഡ്, അതുപോലെ 2-ാം തീയതി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ്, അത് പൂപ്പലടിച്ച് കിടക്കുന്ന ഒരു ബ്രെഡ്, അത് ലഘുഭക്ഷണമാണ്. പലരും ഇത് പൊട്ടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഡേറ്റ് മാറി എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് വാസ്തവം? ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് ഇവർക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ? കൃത്യമായ മറുപടി റവന്യൂ മന്ത്രി സഖാവ് കെ രാജൻ നൽകുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്തതായി ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ബ്രെഡുകൾ ഉൾപ്പെടെ സർക്കാർ വിതരണം ചെയ്യുന്നു. സർക്കാർ ഇന്ന് ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല. ഇന്ന് ഉപ്പുമാവ് മാത്രമാണ് നമ്മൾ രാവിലെ കൊടുത്ത മെനു. ഉപ്പുമാവ് അല്ലാത്ത ഒന്നും സർക്കാർ സംവിധാനങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ തെറ്റായി ധരിക്കുകയോ അങ്ങനെ ആരെങ്കിലും കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരു മനസ്സായി നിൽക്കുകയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ ദുരന്തമാണ്, എവിടെയെങ്കിലും വന്ന ദുരന്തമല്ല. നമ്മൾ കാഴ്ചക്കാരല്ല. ആളുകളകത്ത് വല്ലാതെ പോകേണ്ട കാര്യമില്ല. നോക്കൂ, ഉപ്പുമാവാണ് സർക്കാർ കൊടുത്തത്, ബ്രെഡ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് വൈറ്റ് കാർഡിന്റെ പ്രവർത്തകരുടെ കയ്യിൽ വന്നത്? എങ്ങനെയാണ് ഈ മാപ്രക്ക് ഡേറ്റ് കഴിഞ്ഞ ബ്രെഡിന്റെ ചാക്ക് കിട്ടുന്നത്? അപ്പം മുമ്പെന്നോ കൊടുത്തത് ഒരുപക്ഷെ വൈറ്റ് കാർഡുകാർ എടുത്തു വെച്ചിട്ട് ഈ ഒരു ഘട്ടത്തിൽ കുത്തിത്തിരിപ്പിന് വേണ്ടിയിട്ട് അതെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ദുരന്തമുഖത്ത് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ ദിവസം ഈ ബ്രെഡിന്റെ കഥ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ച് വലിയ വിവാദമായ കാര്യമാണ്. പക്ഷേ സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നതാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ സർക്കാർ കൊടുക്കുന്ന ഫുഡിനെ കുറിച്ച് വരെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യൂത്ത് ലീഗിന്റെയും വൈറ്റ് കാർഡിന്റെയും ആളുകൾ. ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഫുഡ്. എന്താ കറിയും ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല. ഇതെന്താ ഉള്ളത് നോക്കട്ടെ. കുറച്ച് പച്ചക്കറിയാണ്, മത്തനും ക്യാരറ്റിൻ്റെ ഒരു കഷ്ണമൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ്. നല്ല ഫുഡ് കിട്ടിക്കൊണ്ടിരുന്ന ഇല്ലാണ്ടാക്കിയിട്ട് ഗവൺമെന്റിന്റെ ഫുഡ്. നല്ല ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നാണ് അത് ഇല്ലാണ്ടാക്കിയത്. അതായത് വൈറ്റ് കാർഡിന്റെ കിച്ചൺ ഒഴിവാക്കണം എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപ്പൊ സർക്കാർ ഇത് നിർത്തിവെപ്പിച്ചിട്ട് സർക്കാർ കൊടുക്കുന്ന ഫുഡ് കണ്ടില്ലേ നിങ്ങൾ? എടോ, വയനാട്ടിലേക്ക് ഈ മനുഷ്യർ പോയത്, രക്ഷാപ്രവർത്തന ദൗത്യത്തിന് പോയ സന്നദ്ധ പ്രവർത്തകർ, വളണ്ടിയേഴ്സ്, അവരവിടെ സുഖവാസത്തിനല്ല പോയത്. അവർക്കൊരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി. ഉറ്റവരെയും ഉടയവരെയും ഇത്രയും കാലം സ്വപ്നം കണ്ട് ജീവിച്ച സ്വന്തം നാടുമെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ മൂരി ബിരിയാണി കഴിക്കാനല്ല അങ്ങോട്ട് പോകുന്നത്. അത് മനസ്സിലാക്കണം. ചോറ് കൊടുത്തപ്പോ അതിനകത്ത് കറിയില് മത്തന്റെ കഷ്ണമുണ്ട്, ക്യാരറ്റിന്റെ കഷ്ണമുണ്ട്. ഇതൊക്കെ തപ്പി നോക്കിയിട്ട് എന്താ കൊടുക്കണ്ട? അവിടെ മന്തി മാത്രം വെച്ച് കൊടുക്കണം, അതോ മൂരി ബിരിയാണി വെച്ച് കൊടുക്കണം? സുഖവാസത്തിനല്ല വയനാട്ടിലേക്ക് പോയത്, രക്ഷാപ്രവർത്തന ദൗത്യത്തിനാണ്. എന്നിട്ട് അവിടെ കിട്ടിയ ഭക്ഷണം അത് ചോറും കറിയുമാണ്. ആ കറിക്കകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. ഇതുപോലെ വൃത്തികെട്ടവന്മാരെ, വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നവന്മാരെ എന്ത് പേരിട്ട് വിളിക്കണം എന്നാണ് നിങ്ങൾ കരുതുന്നത്? കുത്തിത്തിരിപ്പിനാണ് ശ്രമിക്കുന്നത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ആ ഐക്യത്തെ, രക്ഷാപ്രവർത്തന ദൗത്യങ്ങളെ തകർക്കാൻ അതിനുവേണ്ടി മാത്രമാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇപ്പൊ വൈറ്റ് കാർഡിന്റെ കിച്ചൺ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ലീഗിന്റെ ആളുകൾ ആരെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് പറയും. പക്ഷെ ലീഗുകാർ അതും പറയും. നോക്കൂ, ലീഗിന്റെ ഊട്ടുപുരയിൽ കയറി മൂക്കറ്റം നക്കാൻ ഡിഫി കുഞ്ഞും ഉണ്ടായിരുന്നു. ലീഗുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ലീഗിന്റെ ഊട്ടുപുരയിൽ കയറി മൂക്കറ്റം നക്കുന്ന ഡിഫി കമ്മി. അത് മാത്രമല്ല, ഇതുപോലെ വൃത്തികെട്ട വ്യാജ പ്രചരണങ്ങൾ. ഇന്നലെ വരെ മൂക്കറ്റം കയറ്റിയ ബിരിയാണി ഛർദ്ദിച്ചിട്ട് വേണം വയനാട് ചുരമിറങ്ങാൻ. ഉളുപ്പുണ്ടേൽ അവിടെ തൂറിയെങ്കിലും വെക്കണം തീട്ടക്കമ്മികൾ. ലീഗുകാരുടെ പ്രചരണമാണ്, ലീഗുകാരുടെ പോസ്റ്ററുകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു DYFI-കാരൻ മുസ്ലിം ലീഗുകാർ കൊടുത്ത ഊട്ടുപുരയിൽ കയറി ഭക്ഷണം കഴിച്ചു. പിന്നെ നിങ്ങൾ കൊടുക്കാൻ നിൽക്കണോ ചെങ്ങൈമാരെ? തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് പറയാനാണ് നിങ്ങൾ തിന്നാൻ കൊടുക്കണോ? ഇമാതിരി വൃത്തികെട്ടവന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭക്ഷണം കൊടുത്തതിന്റെ കണക്ക് പറയുന്നവന്മാരെ. ലീഗുകാർ അതും പറയുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. എന്തായാലും ഈ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ആകെ നടക്കുമ്പോൾ പ്രിയപ്പെട്ട ഷമീർ TP അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഫണ്ടിലേക്ക് ഒരു 100 രൂപ അങ്ങ് അയച്ചു കൊടുത്തു. എന്നിട്ട് ആ റെസിപ്റ്റ് സഹിതം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിലേക്ക് 100 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അതൊരു ഭക്ഷണത്തിന്റെ വിലയാണ്. വയനാട്ടിലെ ദുരന്തമുഖത്ത് അക്ഷീണമായി പ്രവർത്തിക്കുന്ന ഒരു DYFI പ്രവർത്തകൻ അവിടുത്തെ ഒരു ഭക്ഷണ കേന്ദ്രത്തിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ചിത്രമെടുത്ത് DYFI-കാരൻ ലീഗുകാർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു എന്ന് വളരെ ആക്ഷേപകരമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്ന നിരവധി കമന്റുകളും പോസ്റ്റുകളും ലീഗ് പ്രവർത്തകർ പ്രചരിപ്പിക്കുന്നത് കണ്ടതിനെ തുടർന്നാണ് ഈ പണമയക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എരിയുന്ന വയറുമായി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് ഹർത്താലും മഴയും വെയിലും ഒന്നും വകവെക്കാതെ സ്നേഹത്തിന്റെ ചോറ്റുപൊതികളുമായി 6 വർഷത്തിനിടെ കോടിക്കണക്കിന് പൊതിച്ചോറുകൾ വിതരണം ചെയ്ത സംഘടനയാണ് DYFI. പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്ന നേരത്ത് അത് സ്വീകരിക്കുന്നവരുടെ രാഷ്ട്രീയമോ മതമോ വർഗമോ നോക്കാതെയാണ് ആ യുവജന സംഘടന അത് നൽകി പോരുന്നത്. കാരണം വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കുക എന്നത് മാത്രമാണ് ആ ദൗത്യത്തിൽ ആ സംഘടന ലക്ഷ്യമാക്കുന്നത്. ഇന്നോളം ഏതെങ്കിലും ഒരു DYFI പ്രവർത്തകൻ നൽകിയ പൊതിച്ചോറുകളുടെ പേരിൽ ഒരാളോടും ആക്ഷേപകരമായ ഭാഷയിൽ സംസാരിച്ചിട്ടില്ല, സംസാരിക്കുകയുമില്ല. അജ്ഞാതമായ സ്നേഹത്താൽ പരസ്പരം മുട്ടുന്ന നമ്മുടെ നാടിന്റെ സാഹോദര്യത്തിന്റെ നേർചിത്രമാണ് ആ പൊതിച്ചോറുകൾ. ദയവായി ഈ തുക സ്വീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞങ്ങളുടെ സഖാവിനെ അധിക്ഷേപിക്കുന്ന നിങ്ങളുടെ പ്രവർത്തകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ആ സഖാവിന്റെ അഭിമാനത്തേക്കാൾ വലുതല്ല ഞങ്ങൾക്കൊന്നും. അദ്ദേഹം ധരിച്ചിരുന്ന ടീഷർട്ടിൽ എഴുതിയ 4 അക്ഷരങ്ങളുള്ള ആ സംഘടനയോട് ഞങ്ങൾക്ക് വൈകാരികതയുണ്ട്. വയനാടിന്റെ വീണ്ടെടുപ്പിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. സ്നേഹാഭിവാദ്യങ്ങൾ. ഇതാണ് ഷമീർ TP ആ പോസ്റ്റിലൂടെ പങ്കുവെക്കുന്ന 100 രൂപ അയച്ചു കൊടുത്തു. തിന്നാൻ കൊടുത്ത ഭക്ഷണത്തിന്റെ പേരിലാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കാണ്ടിരിക്കുന്ന നല്ലത്. പിന്നെ അവിടെ ബിരിയാണി തന്നെ കൊടുക്കണം എന്ന് വിചാരിച്ചാലോ? ഇമാതിരി ഉളുപ്പില്ലാത്തവന്മാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? തിന്നാൻ കൊടുത്ത ഭക്ഷണത്തിന്റെ പേരിലാണ് ഇവന്മാർ ഇതുപോലെ പ്രചരിപ്പിക്കുന്നത്. ഇത്തരം ആളുകളൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവന്മാർ അതിനൊക്കെ നാളെ കണക്ക് പറഞ്ഞു വന്നാലേ ദുരന്തമുഖത്താണ് ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്ന് ആലോചിക്കണം. ഇത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനമല്ല ചങ്ങായിമാരെ എന്ന് മിനിമം മനസ്സിലാക്കണം. അതാണ് പറയാനുള്ളത്. നിങ്ങളെ മൂരി ബിരിയാണി വിളമ്പാൻ ലീഗിന്റെ സംസ്ഥാന സമ്മേളനമല്ല അവിടെ നടക്കുന്നത്. അതാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ബോധം വേണ്ടേ?